ഒരു റിയാക്ഷൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ ഓർഡറൊക്കെ കണ്ടുപിടിക്കുന്നത് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് വഴിയാണ്. ഒരു എക്സ്പെരിമെൻ്റ് 2-3 തവണ കണ്ടുപിടിച്ചിട്ട് നടത്തിയിട്ടാണ് ഈ ഓർഡർ ഓഫ് റിയാക്ഷനും റേറ്റ് ഓഫ് റിയാക്ഷനും കണ്ടുപിടിക്കുന്നത്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ദ റേറ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഇൻ അക്വസ് സൊല്യൂഷൻ ഇസ് മോണിറ്റർഡ് ബൈ മെഷറിംഗ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് Hg2Cl2 that precipitate per liter per minute. The data ഒബ്റ്റെയിൻഡ് ആർ ലിസ്റ്റഡ് ഇൻ ദ ടേബിൾ. അതിൻ്റെ റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റിയാക്ഷൻ നടക്കുന്ന എക്സ്പീരിമെൻറ്റ് 4 എക്സ്പീരിമെൻറ്റും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺസെൻട്രേഷൻ HgCl2ഉം C2O4ഉം ആണ് ഉള്ളത്. അതിൻ്റെ കോൺസെൻട്രേഷനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ഷൻ റേറ്റും തന്നിട്ടുണ്ട്. ഇതിൻ്റെ 4 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു HgCl2 വിത്ത് റെസ്പെക്ട് ടു C2O4 ആൻഡ് ഓവറോൾ. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ റിയാക്ടൻ സൈറ്റിലുള്ള ഓരോ കമ്പോണൻറ്റ് 2 സാധനങ്ങളുണ്ടെന്ന് കണ്ടായിരുന്നല്ലോ. അതിൻ്റെ ബേസിസിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കുക, പിന്നെ ഓവറോളും കണ്ടുപിടിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ റേറ്റ് കോൺസ്റ്റൻറ്റ് K? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു K എന്ന് പറഞ്ഞ ഒരു റിയാക്ഷൻ -RI = KCA എന്നാണ്. നമ്മളിപ്പോൾ A ഗിവിങ് B എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു. അതിനാണ് അതിൽ K എന്ന് പറയുന്ന സാധനമാണ്. -RI = KCA എന്ന് പറയുകയാണ് ജനറൽ ഫോം. അതിൽ K എന്ന് പറയുന്നതാണ് റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ്. അത് കണ്ടുപിടിക്കാനാണ് ഈ തന്നിരിക്കുന്ന റിയാക്ഷനിൽ റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ റേറ്റ് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാനാണ്. ഇഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് എത്ര മോളാറാണെന്ന് തന്നിട്ടുണ്ട്. HgCl2ൻ്റെ കോൺസെൻട്രേഷൻ 0.094ഉം അതുപോലെ തന്നെ C2O4ൻ്റെ കോൺസെൻട്രേഷൻ 0.19 ആകുമ്പം എന്താണ് അതിൻ്റെ ഇനിഷ്യൽ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ആർ ഓൾ 4 എക്സ്പെരിമെൻറ്റ് നെസസറി ടു ആൻസർ പാർട്ട് A to C? അതായത് 4 എക്സ്പെരിമെൻ്റ് ആണല്ലോ ക്വസ്റ്റ്യനിലുള്ളത്. 4 എണ്ണം വേണോ ഈ A to C വരെയുള്ള സബ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ? അത് എസ് ആണെങ്കിലും നോ ആണെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ വിൽ ഗോ ത്രൂ ദ ആൻസർ വൺ ബൈ വൺ. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിറ്റർമൈൻ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു HgCl2 ആൻഡ് C2O4. അപ്പം ഓർഡർ ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കുകയാണ് ഫസ്റ്റത്തെ ടാസ്ക് എന്ന് പറയുന്നത്. നമുക്ക് റേറ്റ് ലോ അറിയാം. ജനറൽ A ഗിവിങ് B റിയാക്ഷനിൽ റേറ്റ് എന്ന് വെച്ചാൽ -RA എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. റേറ്റ് -RA = K × CA ആണ്. അപ്പോൾ ഈ കണ്ടീഷനിൽ റേറ്റ് എന്ന് പറയുന്നത് -RA ആണ്. റേറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് -RA = K × 2 റിയാക്റ്റൻ്റ് ഉള്ളതുകൊണ്ട് CA CB. അതിന് പകരം ഇതിൽ ക്വസ്റ്റ്യനിൽ HgCl2 ആണ് ആദ്യത്തെ കമ്പോണൻറ്റ്, C2O4 ആണ് സെക്കൻഡ് കമ്പോണൻറ്റ്. അപ്പം K × HgCl2 m C2O4 2 n. അതിൽ m എന്നും n എന്നും പറയുന്നത് ഓർഡർ ഓഫ് ദ റിയാക്ഷനാണ്. അത് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ഡിറ്റർമൈനിങ് വൺ ബൈ വൺ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ 4 എക്സ്പെരിമെൻ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 എക്സ്പെരിമെൻറ്റിൻ്റെ ഡേറ്റ ഒന്നും കൂടെ നോക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് വൺ റിലേഷൻ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ HgCl2ഉം C2O4 ആണ് നമ്മുടെ റിയാക്ടൻ സൈഡിലുള്ളത്. 4 എക്സ്പെരിമെൻറ്റിൽ ആദ്യത്തെ 2 എക്സ്പെരിമെൻറ്റിലും ഒരു വ്യത്യാസവും വരുന്നില്ല. അതിൻ്റെ കോൺസെൻട്രേഷൻസിൽ ഇനിഷ്യൽ റേറ്റിലും വ്യത്യാസം വരുന്നില്ല. 3ഉം 4ഉം നോക്കുമ്പം അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 എക്സ്പെരിമെൻറ്റ് കൺസിഡർ ചെയ്യും. അതിലെ കോൺസെൻട്രേഷൻ HgCl2 മാത്രം കൺസിഡർ ചെയ്തിട്ട് നമ്മൾ റേറ്റ് എഴുതും. HgCl2ൻ്റെ എത്ര മോളാറാണ്? 0.105 മോളാറാണ് ആദ്യത്തെ 2 എക്സ്പെരിമെൻറ്റിലും. C2O4ൻ്റെ കോൺസെൻട്രേഷനും ചേഞ്ച് ഒന്നുമില്ല, 0.15 തന്നെയാണ്. അതിൻ്റെ റിയാക്ഷൻ റേറ്റിന് ചേഞ്ച് ഇല്ല. അപ്പോൾ ചേഞ്ച് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ 2 എക്സ്പെരിമെൻറ്റിനെയും അതിൻ്റെ റേറ്റും ഒക്കെ സെയിം ആയതുകൊണ്ട് വിൽ കൺസിഡർ ദിസ് ആസ് 0 ഓർഡർ റിയാക്ഷൻ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. പക്ഷേ നേരെ മറിച്ച് എക്സ്പെരിമെൻറ്റിൽ 3ഉം 4ഉം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റിയാക്ടൻ സൈഡിലെ രണ്ടാമത്തെ കമ്പോണൻ്റായ C2O4ൻ്റെ കോൺസെൻട്രേഷൻ മോളാരിറ്റിക്ക് ചേഞ്ച് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. എന്തായാലും ഈ ഒരു കേസ് നോക്കുമ്പോൾ 3ഉം 4 എക്സ്പെരിമെൻറ്റ് നോക്കുമ്പോൾ എന്തായാലും ഓർഡർ 0 അല്ല വരുന്നത്. അപ്പോൾ നമ്മൾ റേറ്റ് ഓഫ് 3 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് 4 ചെയ്യും. അതിൻ്റെ കോൺസെൻട്രേഷൻ ടേംസ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പം യു വിൽ ഗെറ്റ് ലൈക്ക് 7.98 = 2n എന്ന് കിട്ടും. യു ഹാവ് ടു ടേക്ക് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്. എന്നാൽ മാത്രമേ നമുക്ക് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. യു ക്യാൻ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് the value by using a calculator. You will get the value of n is equal to 3. So the second component of the reactant, that is C2O4, അതിൻ്റെ ഓർഡർ എന്ന് വെച്ചാൽ 3 ആണ്. അതുപോലെ തന്നെ ആദ്യത്തെ കമ്പോണൻ്റായ HgCl2ൻ്റെ ഓർഡർ 0 ആണ്. അപ്പോൾ റേറ്റിൻ്റെ ഫോർമുല നമ്മൾ എഴുതുമ്പം R = KCA CB എന്ന് എഴുതുന്ന പോലെ തന്നെ ഇതിൽ റേറ്റ് K × HgCl2 0 C2O4 3. കാരണം രണ്ടാമത്തെ കമ്പോണൻറ്റിൻ്റെ ഓർഡർ 3 ആണ്. അപ്പം ഇപ്പോൾ കാണിച്ച റെപ്രസെൻറ്റേഷനാണ് ഓവറോൾ റിയാക്ഷൻ്റെ ഓർഡറിൻ്റെ ഫോം എന്ന് പറയുന്നത്.
ഇതിൽ ഓവറോൾ റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 0+3 ആണ്. 3 ആണ് ഈ ഒരു റിയാക്ഷൻ്റെ ഓവറോൾ റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. അതിൽ തേർഡും ഫോർത്ത് എക്സ്പെരിമെൻറ്റിൽ മാത്രമാണ് വേരിയേഷൻസ് ഉള്ളത്. അപ്പം നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ കെ കണ്ടുപിടിക്കുകയാണ്, റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഐദർ തേർഡ് എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ഫോർത്ത് എക്സ്പെരിമെൻറ്റിലെ ഡേറ്റ നമുക്ക് എടുക്കാം. റേറ്റ് ക്വസ്റ്റ്യനിലുണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് HgCl2ഉം C2O4ഉം എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ റേറ്റ് ഇക്വേഷൻ ദാറ്റ് ഇസ് റേറ്റ് ഇസിക്കൽ ടു K ഇൻറ്റു ഫസ്റ്റ് കോൺസെൻട്രേഷൻ റേസ് ടു 0, സെക്കൻഡ് കമ്പോണൻറ്റ് റേസ് ടു 3 അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Directly we will get the value of K. On substitution we will get the value of K as 2.63 into 10 raised to minus 3 liter square per mole square minute. ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. അപ്പം റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇനിഷ്യൽ റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. തേർഡ് ക്വസ്റ്റ്യനിൽ രണ്ട് റിയാക്ടൻറ്റിൻ്റെയും മോളാർ റേറ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് ആ കണ്ടീഷനിൽ എന്താണ് ഇനിഷ്യൽ റേറ്റ് ഓഫ് റിയാക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ HgCl2ന് C2O4ന് തന്നിട്ടുണ്ട്. റേറ്റിൻ്റെ ജനറൽ ഇക്വേഷൻ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ച റേറ്റ് ഇക്വേഷൻ എന്ന് വെച്ചാൽ റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു ഫസ്റ്റ് കോമ്പോസിഷൻ റേസ് ടു 0, സെക്കൻഡ് കോമ്പോസിഷൻ റേസ് ടു 3 ആണ്. നമ്മളത് കണ്ടുപിടിച്ചത് എന്തുകൊണ്ടാണെന്നുള്ളത്. 0യും 1 എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഓർഡറാണ്. അപ്പം നമ്മളതിൽ സെക്കൻഡ് കമ്പോണൻ്റ് ആയിട്ട് മാത്രം റേറ്റിനെ റീറൈറ്റ് ചെയ്യും. റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു C2O4 റേസ് ടു 3 തേർഡ് ഓർഡറുള്ള കമ്പോണൻറ്റ് മാത്രം എടുത്തു. അതിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 0.19 ആണെന്നുള്ളത്. അപ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു K വാല്യൂ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു ഇൻറ്റു 0.19 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം റേറ്റ് വിൽ ഗെറ്റ് ആസ് 1.8 ഇൻറ്റു 10 raised to minus 5 മോൾസ് പെർ ലിറ്റർ പെർ മിനിറ്റ് എന്ന് കിട്ടി. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ R4 എക്സ്പെരിമെൻറ്റ് നെസസറി ആണോ ബാക്കിയുള്ളതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ആദ്യത്തെ ഫസ്റ്റ് 2 എക്സ്പെരിമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ കമ്പോണൻറ്റ് HgCl2ൻ്റെ ഓർഡർ കണ്ടുപിടിച്ച 0th ഓർഡർ ആണെന്ന്. തേർഡും ഫോർത്തും വെച്ചിട്ടാണ് സെക്കൻഡ് കമ്പോണൻറ്റിൻ്റെ ഓർഡർ കണ്ടുപിടിച്ച C2O4ൻ്റെ ഓർഡർ തേർഡ് ആയിട്ട് കണ്ടുപിടിച്ചത്. Therefore, the remaining experiment confirm the result, but they aren't strictly necessary to answer part A to C of the above question. അപ്പോൾ ഇതാണ് ഈ 4 sessions of this particular question. It is very easy to solve if you understand the concept. So we will be moving to the next question, that is problem number 2. The following data were observed in 2 separate experiments in the reaction A giving product. Determine the rate law for this reaction including the value of K. അപ്പം റേറ്റും കെയും ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് എക്സ്പെരിമെൻ്റൽ സെറ്റ് ഉണ്ട്. എ എന്ന് പറയുന്നതും ഉണ്ട്, ടൈമും ഉണ്ട്. ടൈമും കോൺസെൻട്രേഷനുമാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ സെറ്റ് ഓഫ് എക്സ്പെരിമെൻറ്റും സെക്കൻഡ് സെറ്റ് ഓഫ് എക്സ്പെരിമെൻറ്റും തന്നിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് എയും ടൈമുമാണ് ഡേറ്റ ഗിവൺ ആയിട്ടുള്ളത്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് ഓർഡർ കെ വാല്യൂ. ഓക്കെ, സോ ആൻസർ ചെയ്യുമ്പം ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഗിവിങ് പ്രോഡക്റ്റ് ആണ്. അപ്പം നമുക്ക് അറിയുന്ന പോലെ തന്നെ റിയാക്ഷൻ റേറ്റ് -RA ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു N എന്നോ M എന്നോ കൊടുക്കുക. N എന്നോ M എന്നോ കാണിക്കുന്നത് ഓർഡർ ഓഫ് ദാറ്റ് റിയാക്ഷൻ ആണ്. അപ്പോൾ ഈ ജനറൽ ഇക്വേഷൻ എടുക്കുക. ഇപ്പോൾ നമുക്ക് രണ്ട് സെറ്റ് ഓഫ് എക്സ്പെരിമെൻ്റ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷനും ടൈമും അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. ഡെൽറ്റ എ എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ്റെ ചേഞ്ച് ബൈ ചേഞ്ച് ഇൻ ടൈമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ ആദ്യത്തെ രണ്ട് വാല്യൂ എടുക്കുക. അതിൻ്റെ കോൺസെൻട്രേഷൻ എടുക്കുക 0.775 മൈനസ് 0.8 ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ ചേഞ്ച് 40. അതേപോലെ എക്സ്പെരിമെൻറ്റ് 2 എടുക്കുക, അതിൻ്റെ ചേഞ്ചും എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് റേറ്റ് ആണ്. -RA വാല്യൂ നമുക്ക് കിട്ടി. ജനറൽ ഇക്വേഷനായിട്ട് -RA ഈക്വൽ ടു K A raised to N എന്നാണ് നമുക്ക്, അല്ലെങ്കിൽ M എന്നാണ് നമ്മൾ ജനറലി എഴുതുന്നത്. അപ്പോൾ ആ ടേമിൽ എഴുതാൻ വേണ്ടി നമ്മുടെ എക്സ്പെരിമെൻറ്റ് 1 ഡിവൈഡഡ് ബൈ എക്സ്പെരിമെൻറ്റ് നമ്പർ 2 എടുക്കുക. അപ്പോൾ റേറ്റ് 1 ബൈ റേറ്റ് 2 ഈക്വൽ ടു K A1 raised to N ഡിവൈഡഡ് ബൈ K A2 raised to N എന്ന് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻസിൽ നമുക്ക് A1 ഉം A2ൻ്റെ വാല്യൂ ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ നിന്ന് A1ൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുന്നത് 8.800. അതുപോലെ തന്നെ രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ നിന്ന് A2ൻ്റെ വാല്യൂ 0.4 എന്ന് കിട്ടും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്യുമ്പം വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് M എന്ന് വെച്ചാൽ ഓർഡർ എന്ന് പറയുന്നത് 2 എന്ന് നമുക്ക് കിട്ടും. ഇപ്പം താഴത്തെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ 4.01 = 2 raised to M എന്ന് കിട്ടി. എന്നിട്ട് ലോഗരിതം എടുക്കുക, രണ്ട് സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡും RHSലും എടുക്കുക. അപ്പം എമ്മിൻ്റെ വാല്യൂ 2 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്ന് വെച്ചാൽ 2 ആണ് എന്ന് നമുക്ക് കിട്ടി. ഇനി ഫസ്റ്റ് സെറ്റ് ഓഫ് എക്സ്പെരിമെൻറ്റിലും സെക്കൻഡ് സെറ്റ് ഓഫ് എക്സ്പെരിമെൻറ്റിലും നമുക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റിൻ്റെ വാല്യൂ കിട്ടി ഫസ്റ്റ് സെറ്റിൻ്റെ, അതുപോലെ എമ്മിൻ്റെ വാല്യൂ കിട്ടി. ജനറൽ ഇക്വേഷൻ ആയിട്ടുള്ള -R ഈക്വൽ ടു K A raised to N അല്ലെങ്കിൽ K A raised to M എന്നുള്ള ഇക്വേഷനിൽ, അതായത് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റൽ സെറ്റിലെ വാല്യൂസ് എല്ലാം കൂടെ ഈ ജനറൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് K വാല്യൂ കിട്ടും. അതുപോലെ തന്നെ സെക്കൻഡ് എക്സ്പെരിമെൻറ്റൽ സെറ്റിലെ ഡാറ്റയും നമ്മൾ ഇതുപോലെ എടുത്തിട്ടില്ലേ, അതെടുത്ത് ഈ ജനറൽ ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വാല്യൂ K വാല്യൂ കിട്ടും. അപ്പോൾ ഇത് ഈ കേസിൽ രണ്ടിലും K വാല്യൂ, രണ്ട് എക്സ്പെരിമെൻറ്റൽ 1ഉം എക്സ്പെരിമെൻറ്റ് 2ൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്നത് 9.8 ഇൻറ്റു 10 raised to -4 M raised to -1 S raised to -1 എന്നുള്ള വാല്യൂ ആണ്. ഇപ്പോൾ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്
മൈനസ് ആർ ഈസ് ഈക്വൽ ടു കെ എ റേസ് ടു എൻ എന്നുള്ളതിന് പകരം ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ എ റേസ് ടു എൻ എന്നുള്ള രീതിയിലും ചെയ്യാൻ പറ്റും. രണ്ടും ഒരേപോലെ തന്നെയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എപ്പോഴും റിയാക്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ ജനറലി മൈനസ് ആർ ഈക്വൽ ടു കെ എ റേസ് ടു എൻ എന്നാണ് കൊടുക്കുന്നത് ജനറലി. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ. ബൈ.